സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും കണ്ടില്ലേ? അതിൻ്റെ അകത്തുള്ള അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അവരൊക്കെ നല്ല രീതിയിലല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാൻസുകൾ തമ്മിലുള്ള അടി എന്നും തീർന്നിട്ടില്ല. ഒരു കണക്ക് പറഞ്ഞ അനുമോള് പല പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മക്കളെ എന്നെ വിട്ടുപിടിയനി. അതായത് ഞാൻ കപ്പം വാങ്ങിച്ചു, ഇനിയിപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമ, അതുപോലെ തന്നെ ആ സീരിയലുകൾ, ഇതൊക്കെ അഭിനയിക്കാനുണ്ട് എനിക്ക്. ഇനിയും നിങ്ങൾ എൻ്റെ പുറകെ ഇങ്ങനെ കടിച്ചു തൂങ്ങല്ലേ, ഇനി മറ്റു വല്ലരെയും പോയി പിടി എന്ന് അനുമോള് തന്നെ ഈ ഊള ഫാൻസിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇവറ്റകളൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അനുമോളുടെ ഏറ്റവും വലിയ ശാപം. കാരണം എന്താ വെച്ചാൽ അനുമോളൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കണമെന്ന് അനുമോൾക്ക് ഇല്ല. അനുമോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിൽ പോയിരിക്കുന്നത് കപ്പ് നേടാനും ഗെയിം കളിക്കാനും 50 ലക്ഷവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂലിയും ഒക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞുറപ്പിച്ചിട്ട് തന്നെ പോയതാണ്. അത് അനുമോള് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അനുമോളുടെ കയ്യിൽ കപ്പും വന്നു, പൈസയും വന്നു, അതുപോലെ തന്നെ എല്ലാ പ്രതാപങ്ങളും വന്നു ചേർന്നു. ഇനിയിപ്പോൾ ഫാൻസിനെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബാധ്യതയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അനുമോളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഫാൻസുകാരാണ്. ഇന്ന് ആൾക്കാരോട് മിണ്ടാൻ പാടില്ല, ഇന്ന് ആൾക്കാരോട് മിണ്ടിക്കൊള്ളണം എന്നുള്ള തരത്തിൽ ഫാൻസുകാർ ഉത്തരവ് വരെ ഇറക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഇന്നലെ ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ അനുമോളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറും കൂടി ഇരിക്കുന്ന രംഗം കണ്ടപ്പോഴേ ഇവിടെയുള്ള ഫാൻസുകൾ മുഴുവൻ എന്ന് പറഞ്ഞ് അനുമോൾക്കെതിരെ തിരിഞ്ഞു. അനുമോളെ നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്നെ എത്രമാത്രം ദ്രോഹിച്ചവനാണ് ഈ അക്ബർ. അവൻ്റെ അടുത്ത് നീ ഇരിക്കരുത്, ഇതുപോലെ സംസാരിക്കരുത്, ഇങ്ങനെ മിണ്ടാൻ പാടില്ല. ഏതായാലും അനുമോൾക്ക് അത് കേൾക്കാൻ കഴിയോ? കാരണം എന്താ വെച്ചാൽ ഷൂട്ടിംഗ് അല്ലായിരുന്നോ? അനുമോൾക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ പോലും ശത്രുക്കളില്ല. അതായത് അനുമോളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാണ്. അത് അനുമോള് നേടി. അതിലെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഉപയോഗിച്ചു, അതൊക്കെയാണ്. അതായത് പല കാര്യങ്ങൾ പറയാനും കമൻ്റ് ഇടാനും. ഇപ്പോഴും എന്ന് പറയുന്ന ഒരു ചേച്ചി ഇന്ന് വരെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, അരി മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും ഞാൻ റീചാർജ് ചെയ്യാറുണ്ട്, എൻ്റെ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഞാൻ റീചാർജ് ചെയ്യാറുണ്ട് എന്നൊരു ചേച്ചി പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇവരുടെയൊക്കെ ഫാൻസിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിക്കും ഭയം തോന്നുകയാണ്. കാരണം ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അരി മേടിക്കേണ്ട കാശ് കൊടുത്തിട്ടാണ് ഞാൻ റീചാർജ് ചെയ്തത് എന്ന് പറയുമ്പോഴേ ആ അരിയില്ലാതെ പട്ടിണി കിടന്ന കുഞ്ഞുങ്ങൾ, അതാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഭയം എന്ന് പറയുന്നത്. അപ്പോൾ ഫാൻസുകാർ തന്നെ ഇപ്പോഴും ഒരു അതിർ പരമ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? അനുമോൾക്ക്. ഇന്ന് ആൾക്കാരോട് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, ഇന്ന് ആൾക്കാരോട് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ. ആദില നൂറമാരുടെ പേര് ഉച്ചരിച്ച് കഴിഞ്ഞാൽ അനുമോളെ നിങ്ങളെ പിന്നെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാൻസുകാരുടെ ഭീഷണികൾ. അതുപോലെ തന്നെ ഈ ജിഷിൻ മോഹൻ എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് എന്തൊക്കെയോ പുലമ്പി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ പോയിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനുമോൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. വേറെ ഒന്നുമല്ല, ഇവർ പറയുന്നത് പോലെ കേട്ടിട്ടില്ലെങ്കിൽ ഇവരപ്പോൾ പറയും ഞങ്ങളുടെ വോട്ട് കൊണ്ടല്ലടി നീ ജയിച്ചത്, ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടും നീ തെണ്ടിത്തരം കാണിക്കുന്നോ എന്നുള്ള തരത്തിൽ ഫാൻസുകാർ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഫാൻസുകാർ എന്ന് പറയുന്നത് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. പല ഫാൻസുകാർ എന്ന് പറഞ്ഞാൽ അനുമോളി വെച്ച് കണ്ടന്റുകൾ മാത്രം ഉണ്ടാക്കുന്നു. അവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവും പിന്നെ എന്ന് പറഞ്ഞാൽ തെറി വിളിക്കാനുള്ള ഒരായുധവുമായിട്ടാണ് ഇപ്പോൾ അനുമോള് മാറിയിരിക്കുന്നത്. അനുമോളെ കാണിച്ച് മുന്നിൽ നിർത്തിയിട്ട് അങ്ങ് തുടങ്ങുകയാണ് അവരെല്ലാവരും. അതിൽ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും, കുറേ ആൾക്കാർ വന്ന് വോയിസ് നോട്ടുകളേക്കും, കുറേ ആൾക്കാർ വന്ന് വോയിസുകളേക്കും. ഇങ്ങനെ പലതരത്തിലും കമൻറ്റുകളും കാര്യങ്ങളും വരാൻ തുടങ്ങിയപ്പോൾ അനുമോൾക്ക് തന്നെ ഇപ്പോഴും എന്താ ചെയ്യേണ്ടത് ഭഗവാനെ എന്നായിട്ടുണ്ട്. ഇന്നലെ മുതൽ ഇപ്പോൾ അനുമോൾക്ക് പൊങ്കാലയാണ് വന്നിരിക്കുന്നത്. അതായത് അക്ബറിനെ നീ എന്തിന് അക്ബറിനോട് തമാശ പറഞ്ഞു, അക്ബറിനെ അടുത്ത് എന്തിന് നീ ഇരുത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇവിടെ ഒരുപാട് പേര് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അക്ബറിനെ ഇഷ്ടമല്ല, ആദില നൂറമാറെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അവരുടെ ഒന്നും മിണ്ടാൻ പാടില്ല, അവരുടെ കൂടെ പോകാൻ പാടില്ല. അവരുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ടുണ്ടെങ്കിൽ അനുമോളെ, അതായത് ഞങ്ങൾ വാങ്ങിച്ചു തന്ന കപ്പ് ഞങ്ങൾ തന്നെ തിരിച്ചെടുക്കും എന്നാണ് ഇപ്പോൾ അനുമോള് ഫാൻസ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അത് കൃത്യമായിട്ടും പറഞ്ഞാൽ അനുമോളുടെ മാത്രം പ്രശ്നമല്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസുകാർ മറ്റുള്ളവരുടെ ദേഷ്യത്തിന്, അതായത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടും, അതായത് RJ ബിൻസിയോടും പിന്നെ കട്ടപ്പ ശൈത്യായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്നും നെഗറ്റീവുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഇവിടെ കുറേ ആൾക്കാരുടെ സമനില തെറ്റുന്നത് പോലെയായി. അങ്ങനെ സമനില തെറ്റിയ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും കുരച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു നല്ല വാക്ക് പോലും മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നില്ല. നിരവധി കുടുംബങ്ങൾ തകർന്നു, ബന്ധങ്ങൾ വഷളായി,
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളില്ല, മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളില്ല. കാര്യം എന്താണ്? ഈ 3 മാസം അനുമോൾക്ക് വേണ്ടിയിട്ട് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഇവർ എല്ലാം അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അനുമോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും വിളിക്കും, ഞങ്ങൾക്കൊരു നേരത്തെ അന്നം തരും എന്നൊക്കെയായിരുന്നു ഇവരൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അനുമോൾ തിരിച്ചു വന്നിട്ട് ഒരാളെ പോലും ഒന്ന് വിഷ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല, അതായത് ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സങ്കടവും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട അനുമോളെ, നിങ്ങളൊരു 5 ലക്ഷമോ 10 ലക്ഷമോ മുടക്കണം. മുടക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു വലിയ മീറ്റപ്പ് വെക്കണം. മീറ്റപ്പ് വെച്ചതിന് ശേഷം എല്ലാവർക്കും ഒരു ബിരിയാണിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് പേര് തങ്ങളുടെ കുടുംബം വരെ തൊലച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ കമൻറ്റുകളിൽ നിന്നും മനസ്സിലായത്. നിരവധി കുടുംബങ്ങൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞോടുകൂടി ശിഥിലമായി പോയി. അവിടെയൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്നത് പാവം കുഞ്ഞുങ്ങളും കുറേ ഭർത്താക്കന്മാരുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുകയാണ്. അനുമോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അനുമോളെ, എൻ്റെ അനുമോളെ എന്ന് പറഞ്ഞിട്ട് അവർ മെഴുകുന്നു. അത് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോലും ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ അവർ അനുമോൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അനുമോൾക്ക് വേണ്ടി വോട്ടുകൾ പിടിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഇലക്ഷന് സ്ഥാനാർത്ഥികൾ പോകുന്നത് പോലെ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വോട്ടുകൾ പിടിച്ചത്. ആ അമ്മമാരും അവരൊക്കെ വിചാരിച്ചത് അനുമോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഹായ് എങ്കിലും പറയും ഞങ്ങളോട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബിരിയാണി തരും, ഞങ്ങളെ ഒന്ന് വിളിക്കും എന്നൊക്കെയാണ് ഇവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് അനുമോളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കലോ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ട് മിണ്ടാതിരിക്കലോ, ബിഗ് ബോസിൽ പോയിട്ട് അതിലാ നൂറമാരുടെ ഈ രക്ഷകർത്താക്കം ചമഞ്ഞ് അവരെ വീട്ടിൽ കൊണ്ടുപോക്കോ ഒന്നുമല്ല. അനുമോളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കോ കൊടുക്കുന്ന പൈസക്ക് അവർ കണ്ടന്റ് കൊടുത്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ അവർ പിന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു കപ്പ് വാങ്ങിക്കും കൂടി ചെയ്തപ്പോഴേ നിങ്ങളുടെ പണി അവിടെ കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസ് വരും, ബിഗ് ബോസ് ഇന്ന് വന്ന് ഇനി അടുത്ത സീസൺ 8 വരും. അതുപോലെ അങ്ങനെ ബിഗ് ബോസ് ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി വരും. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആൾക്കാരുണ്ടാകും. അവർക്കുള്ള ഒരു ബലിയാടുകൾ മാത്രമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. അതായത് ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വെറുപ്പും വിദ്വേഷവും വെച്ചിരിക്കുന്നത് ഈ പ്രേക്ഷകരായ ആർമികളായ അല്ലെങ്കിൽ ആരാധകരായ നമ്മൾ മാത്രമാണെന്ന് ഞാൻ പറയൂ. വേറെ ആർക്കും ഇവിടെ വിദ്വേഷമോ പ്രശ്നമോ ഒന്നുമില്ല. ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ, ഇപ്പോൾ സായി ആയാലും അതുപോലെ മറ്റുള്ളവരായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അവരൊക്കെ ബിഗ് ബോസിൻ്റെതായ രീതിയിൽ അവരൊക്കെ എല്ലാവരും ഒന്നാണ്. ഇവിടെ തമ്മിലടിച്ച് മരിക്കുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാർ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ വഴിക്കങ്ങ് വിട്ടേക്കുക. അവരായി അവരുടെ പാടായി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഉചിതമായ തീരുമാനത്തോടുകൂടി ഏതെങ്കിലും ഒരുത്തിനെ പൊക്കിയെടുക്കുക. അതിനുശേഷം തന്നെ അവന് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുക. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒരു ചായ പോലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ വേണം നിങ്ങൾ PR വർക്കായാലും എന്ത് വർക്കായി കഴിഞ്ഞാലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഭംഗിയായി ചെയ്യുക. അതിന് പൈസ നിങ്ങൾ നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോയോട് കൂടിയിട്ടെന്നാണ് ഈ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത് അനുമോൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, അനുമോൾക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.